ദുബായ് ഷോപ്പിംഗ് ഫെസ്റ്റിവലിൽ ഈ വർഷത്തെ സന്ദർശകരുടെ എണ്ണത്തിൽ വർധന. ഈ വർഷം 14 ലക്ഷം സന്ദർശകരാണ് എത്തിയത്. മുൻ വർഷങ്ങളിലേക്കാൾ സന്ദർശകർ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളിൽ നിന്നെത്തി. DSF തിങ്കളാഴ്ച സമാപിച്ചെങ്കിലും ഗ്ലോബൽ വില്ലേജ് ഏപ്രിൽ 9 വരെ ഉണ്ടാകും. ദുബായിൽ മെട്രോ ട്രാം നിരീക്ഷണത്തിനായി 5750 ക്യാമറകൾ ഘടിപ്പിച്ചതായി അധികൃതർ. മെട്രോ യാത്ര നിരീക്ഷിക്കാനായി മാത്രം 5000 ക്യാമറകളുണ്ട്. ട്രെയിൻ യാത്രയുടെ നിരീക്ഷണത്തിനാണ് 780 ക്യാമറകൾ. പൊതുഗതാഗതം സുരക്ഷിതമാക്കാനാണ് ക്യാമറകളെന്ന് അധികൃതർ അറിയിച്ചു. വിദേശ തൊഴിലാളികളുടെ പരാതി മാത്രം അടിസ്ഥാനമാക്കി എംബസികൾ സ്ഥാപനങ്ങളെ നേരിട്ട് ബന്ധപ്പെടരുതെന്ന് സൗദി തൊഴിൽ മന്ത്രി. ഇത് സംബന്ധിച്ച സർക്കുലർ എല്ലാ രാജ്യങ്ങളുടെയും എംബസികൾക്ക് അയക്കുമെന്നും മന്ത്രി അറിയിച്ചു. ദമാം ചേംബർ ഹാളിൽ നടന്ന വ്യവസായികളുടെ സംഗമത്തിലാണ് മന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. പ്രവിശ്യയിലെ പ്രമുഖ വ്യവസായികൾ ചില സ്വകാര്യ വ്യക്തികളുടെ ഇടപെടലുകൾ നിയന്ത്രിക്കണമെന്നാവശ്യപ്പെട്ടതിനെ തുടർന്നാണ് മന്ത്രിയുടെ പ്രസ്താവന. തൊഴിലാളികളുടെ പരാതി മാത്രം പരിഗണിച്ച് എംബസികൾ സ്ഥാപനങ്ങളെ ബന്ധപ്പെടുകയോ സന്ദർശിക്കുകയോ ചെയ്യുന്നത് രാജ്യത്തെ നിയമവ്യവസ്ഥയ്ക്ക് എതിരാണ്. എംബസികൾ തൊഴിൽ മന്ത്രാലയവുമായാണ് ബന്ധപ്പെടേണ്ടത്. തൊഴിലുമായി ബന്ധപ്പെട്ട കേസുകളിൽ തൊഴിലാളികളും എംബസി അധികൃതരും മാത്രമേ ഇടപെടാവൂ. അല്ലാത്തവർക്ക് ചുമതല ഏൽപ്പിക്കുന്നത് നിയമവിരുദ്ധമാണെന്നും തൊഴിൽ മന്ത്രി അറിയിച്ചു. നിലവിൽ എംബസിയുടെ സാന്നിധ്യമില്ലാത്ത പ്രദേശങ്ങളിൽ സാമൂഹിക പ്രവർത്തകരാണ് എംബസിയെ പലപ്പോഴും പ്രതിനിധീകരിക്കുന്നത്. ഇത് ഇല്ലാതാവുന്നതോടെ എല്ലാ തൊഴിൽ കേസുകൾക്കും എംബസി അധികൃതർ നേരിട്ട് ഹാജരാകേണ്ടി വരും. ന്യൂസ് ബ്യൂറോ, ദമാം. കുവൈറ്റിൽ സർക്കാരിന്റെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി സിവിൽ ID ഫീസ് 5 ദിനാറായി വർദ്ധിപ്പിക്കും. ഈ വർഷം ഏപ്രിൽ 1 മുതൽ പുതുക്കിയ ഫീസ് നിലവിൽ വരുമെന്ന് സിവിൽ ഇൻഫർമേഷൻ വിഭാഗം അറിയിച്ചു. നിലവിൽ 2 ദിനാറാണ് ഫീസ്. UAE സ്കൂൾ വിദ്യാർത്ഥികൾക്കായി നടത്തുന്ന കോസ്മോ ചാമ്പ്യൻസ് ഫുട്ബോൾ ടൂർണമെന്റിന് ഫെബ്രുവരി 13 ഷാർജയിൽ തുടക്കമാകുമെന്ന് സംഘാടകർ അറിയിച്ചു. ഷാർജ സ്പോർട്സ് കൗൺസിലിന്റെയും നാഷണൽ ഒളിമ്പിക് കമ്മിറ്റിയുടെയും സഹകരണത്തോടെയാണ് ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നത്. UAE വിവിധ സ്കൂളുകളിൽ നിന്നുള്ള 16 ടീമുകളാണ് മത്സരത്തിൽ പങ്കെടുക്കുക. മുസഫയിലെ എമിറേറ്റ്സ് ഫ്യൂച്ചർ ഇന്റർനാഷണൽ അക്കാദമിയിലെ 12ാം ക്ലാസ് വിദ്യാർത്ഥികളുടെ ഗ്രാജുവേഷൻ സെറമണി നടന്നു. UAE ഫെഡറൽ നാഷണൽ കൗൺസിൽ അംഗം ബ്രിഗേഡിയർ മുഹമ്മദ് അഹമ്മദ് അൽ യമാഹി മുഖ്യാതിഥിയായിരുന്നു. ചോയ്സ് സ്കൂൾ തിരുവല്ലയിലും കോഴിക്കോടും പുതിയ സ്കൂളുകൾ ആരംഭിച്ചു. എഡ്യൂക്കേഷൻ വേൾഡ് കേരളത്തിലെ കോ എഡ്യൂക്കേഷൻ ഡേ കം ബോർഡിംഗ് സ്കൂൾസ് വിഭാഗത്തിൽ 1ാം സ്ഥാനത്തേക്ക് തെരഞ്ഞെടുത്തത് ചോയ്സ് സ്കൂളിനെയായിരുന്നു. അങ്കമാലി NRI അസോസിയേഷൻ അബുദാബി ചാപ്റ്റർ കാർണിവൽ 2016 സംഘടിപ്പിച്ചു. പിന്നണി ഗായിക KS ചിത്ര മുഖ്യാതിഥിയായിരുന്നു. അബുദാബി ചേംബർ ഓഫ് കൊമേഴ്സ് ഡയറക്ടർ, ബോർഡ് മെമ്പർ ദലാൽ അൽ ഖുബൈസി, ഇന്ത്യൻ എംബസി കമ്മ്യൂണിറ്റി അഫയേഴ്സ് ഫസ്റ്റ് സെക്രട്ടറി ദിനേശ് കുമാർ IAS തുടങ്ങിയവർ സംബന്ധിച്ചു. സൗദിയിൽ ചില്ലറ വിൽപ്പന മേഖലയിൽ സ്വദേശീവൽക്കരണ സാങ്കേതിക സമിതിക്ക് രൂപം നൽകി. മൊബൈൽ ഫോൺ ഷോപ്പുകളിലും റിപ്പയർ നടത്തുന്ന സ്ഥാപനങ്ങളിലും ഈ വർഷം സൗദിവൽക്കരണം നടപ്പാക്കും. സൗദിയിൽ ചില്ലറ വിൽപ്പന മേഖല സ്വദേശീവൽക്കരിക്കുന്ന പദ്ധതി നടപ്പാക്കാനായി സാങ്കേതിക സമിതിക്ക് രൂപം നൽകി. സൗദി തൊഴിൽ, വാണിജ്യ, വ്യവസായ, മുനിസിപ്പൽ, ടെക്നിക്കൽ ആൻഡ് ടെലികോം വകുപ്പ് മന്ത്രിമാരടങ്ങുന്ന ഉന്നത സമിതിയാണ് മന്ത്രാലയത്തിന് കീഴിലുള്ള അണ്ടർ സെക്രട്ടറിമാരെ ഉൾപ്പെടുത്തി സാങ്കേതിക സമിതിക്ക് രൂപം നൽകിയത്. സൗദിയിലെ ചില്ലറ വിൽപ്പന മേഖലയിൽ സ്വദേശീവൽക്കരണം നടപ്പാക്കുമെന്ന് സൗദി തൊഴിൽ മന്ത്രി കഴിഞ്ഞയാഴ്ച സൗദി ഷൂറ കൌൺസിലിൽ പ്രഖ്യാപിച്ചിരുന്നു. ചില്ലറ വിൽപ്പന മേഖലയിൽ ഏതെല്ലാം വിഭാഗമാണ് സ്വദേശീവൽക്കരിക്കേണ്ടതെന്ന് ടെക്നിക്കൽ സമിതി കണ്ടെത്തി ഉന്നത സമിതിക്ക് റിപ്പോർട്ട് നൽകും. ഈ മേഖല സ്വകാര്യവൽക്കരിക്കുന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിന് മേൽപ്പറയപ്പെട്ട വിഭാഗം മന്ത്രിമാർ ഇക്കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് റിയാദിൽ യോഗം ചേർന്നത്. പദ്ധതി നടപ്പാക്കുന്നതിന്റെ ഭാഗമായ പ്രഥമഘട്ടമെന്ന നിലയ്ക്ക് മൊബൈൽ ഫോൺ ഷോപ്പുകൾ, മൊബൈൽ ഫോൺ റിപ്പയർ സ്ഥാപനങ്ങൾ എന്നിവ ഈ വർഷം സൗദിവൽക്കരിക്കും. മറ്റ് വിഭാഗങ്ങളിൽ അടുത്ത വർഷമായിരിക്കും പദ്ധതി നടപ്പാക്കുക. നിലവിൽ പച്ചക്കറി വിൽപ്പന മേഖല പൂർണ്ണമായും സൗദിവൽക്കരിച്ചു കഴിഞ്ഞു. ഈ മേഖലയിൽ വിദേശികൾ കച്ചവടം നടത്തുന്നതിനും ജോലി ചെയ്യുന്നതിനും വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. സ്വദേശി യുവാക്കൾക്ക് ഏറെ ഇഷ്ടവും പ്രയാസരഹിതവുമായ മേഖല എന്ന നിലയ്ക്കാണ് മൊബൈൽ ഫോൺ ഷോപ്പുകളിലും റിപ്പയർ നടത്തുന്ന സ്ഥാപനങ്ങളിലും തന്നെ ആദ്യമായി സ്വദേശി സൗദിവൽക്കരണം നടപ്പാക്കുന്നത്. ഈ മേഖല സൗദിവൽക്കരിക്കുന്നതോടെ മലയാളികൾ ഉൾപ്പെടെ 100 കണക്കിന് പേർക്ക് തൊഴിൽ നഷ്ടമാകുമെന്ന് കരുതുന്നു. ന്യൂസ് ബ്യൂറോ, ദമാം. കുവൈറ്റിലെ കണ്ണൂർ ജില്ലക്കാരുടെ കൂട്ടായ്മയായ ഫ്രണ്ട്സ് ഓഫ് കണ്ണൂർ
എക്സ്പേർട്സ് അസോസിയേഷൻ ഫെബ്രുവരി 5 നടക്കും. ഗോൾഡൻ ഫോക്ക് പുരസ്കാരം കണ്ണൂർ പിലാത്തറ ഹോപ്പ് ചാരിറ്റബിൾ ട്രസ്റ്റ് മാനേജിംഗ് ട്രസ്റ്റി KS ജയമോഹന് സമ്മാനിക്കും. കലാമത്സരങ്ങൾ പരിപാടിയോടനുബന്ധിച്ച് ഒരുക്കുമെന്ന് ഭാരവാഹികളായ ജിതേഷ് MP, ബിജു ആന്റണി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ബോളിവുഡ് താരം സണ്ണി ഡിയോൾ സംവിധാനവും തിരക്കഥയും നിർവഹിച്ച ഗായൽ വൺസ് മോർ അഗെയിൻ എന്ന സിനിമ പ്രമോഷൻ പരിപാടി ദുബായിൽ നടന്നു. 1990-ൽ പുറത്തിറങ്ങിയ ഗായൽ സിനിമയുടെ 2ാം പതിപ്പാണ് ഗായൽ വൺസ് അഗെയിൻ. കുവൈത്ത് സെന്റ് സ്റ്റീഫൻസ് ഇന്ത്യൻ കോൺഗ്രിഗേഷന്റെ 3ാം ഹാർവെസ്റ്റ് ഫെസ്റ്റിവൽ ജനുവരി 5 നടക്കും. പൊതുസമ്മേളനത്തിൽ ഇടവക മെത്രാപ്പോലിത്ത ഡോക്ടർ ജോസഫ് മാർ ദിവന്യാസിയോസ് മെത്രാപ്പോലിത്തയും NECK ചെയർമാൻ റവറൻഡും പങ്കെടുക്കും. ഭിന്നശേഷിയുള്ള കുട്ടികളുടെ ആരോഗ്യം ഉറപ്പുവരുത്തേണ്ടത് സമൂഹത്തിന്റെ ബാധ്യതയാണെന്ന് വിവ സ്കൂൾ ഫോർ മെന്റലി ചാലഞ്ചഡിന്റെ ചെയർമാൻ പ്രൊഫസർ KR മെഹമ്മൂദ് അഭിപ്രായപ്പെട്ടു. റിയാദിൽ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വാർത്താ സമ്മേളനത്തിൽ P. മുഹമ്മദ്, VPC നിയാസ് തുടങ്ങിയവരും പങ്കെടുത്തു. OICC യൂത്ത് വിംഗ് സൈഹാത്ത് ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഇന്ത്യൻ റിപ്പബ്ലിക് ദിനാഘോഷവും ഗാന്ധി അനുസ്മരണവും സംഘടിപ്പിച്ചു. ഏരിയ കമ്മിറ്റി പ്രസിഡന്റ് AB അടൂരിന്റെ അധ്യക്ഷതയിൽ റീജിയണൽ കമ്മിറ്റി പ്രസിഡന്റ് നബീൽ നെയ്തല്ലൂർ ഉദ്ഘാടനം ചെയ്തു. OICC ദമാം റീജിയണൽ കമ്മിറ്റിയുടെ വാർഷികാഘോഷം വെള്ളിയാഴ്ച ദമാമിൽ നടക്കും. KC വേണുഗോപാൽ MP മുഖ്യാതിഥിയായിരിക്കും. നോബൽ ബാഡ്മിന്റൺ ക്ലബ്ബ് സംഘടിപ്പിച്ച ഇന്റർനാഷണൽ ഡബിൾസ് ബാഡ്മിന്റൺ ടൂർണമെന്റ് സമാപിച്ചു. ടൂർണമെന്റിന്റെ ഉദ്ഘാടനവും സോവനീർ പ്രകാശനവും ഇറാം ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ സിദ്ദിഖ് അഹമ്മദ് നിർവഹിച്ചു. ഹുണ്ടായ് അൽ മജ്ദൂയി ഗ്രൂപ്പ് മാനേജർ ഷെയ്ഖ് ഇനായത്ത് സൂപ്പർ പ്രീമിയർ വിജയികൾക്ക് പുരസ്കാരം വിതരണം ചെയ്തു. അബ്ഖൈക് നവോദയ സാംസ്കാരിക വേദി വനിതാ വേദിയുടെ ആഭിമുഖ്യത്തിൽ ബിരിയാണി ഫെസ്റ്റ് സംഘടിപ്പിച്ചു. നവോദയ കേന്ദ്ര കമ്മിറ്റി വനിതാ വേദി മെമ്പർ സബീന ഷാജഹാൻ ഇട്ടോൾ മത്സരങ്ങൾ ഉദ്ഘാടനം ചെയ്തു. നസീബ താരിഖ് 1ാം സ്ഥാനവും ഫമിത ഷമീൽ ഇട്ടോൾ 2ാം സ്ഥാനവും ഫെമിന അയൂബ് 3ാം സ്ഥാനവും നേടി. ദമാം ഇന്ത്യ ഫ്രറ്റേണിറ്റി ഫോറം സംഘടിപ്പിച്ചു വരുന്ന ആരോഗ്യ ക്യാമ്പയിന്റെ ഭാഗമായി ദമാം ടയോട്ട മേഖലാ കമ്മിറ്റി വടംവലി മത്സരം സംഘടിപ്പിച്ചു. മത്സരത്തിൽ പുനലൂർ ബ്രദേഴ്സിനെ പരാജയപ്പെടുത്തി 91 ബ്രദേഴ്സ് 1ാം സ്ഥാനം നേടി. കണ്ണൂർ സ്വദേശി ഖാദർ മൊയ്തീൻ റിയാദിൽ കെട്ടിടത്തിനു മുകളിൽ നിന്ന് വീണു മരിച്ചു. ഖബറടക്കം വ്യാഴാഴ്ച കാഞ്ഞിരോട് ജുമാ മസ്ജിദിൽ നടക്കും. ജസ്റ്റിസ് KS പരിപൂർണൻ അന്തരിച്ചു. സുപ്രീം കോടതി ജഡ്ജിയായി സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കുമെതിരെ ഉയർന്നു വന്നിരിക്കുന്ന ഗുരുതരമായ അഴിമതി ആരോപണങ്ങളും കോടതി ഉത്തരവുകളും ചൂണ്ടിക്കാട്ടി LDF നേതാക്കൾ ഗവർണറെ കണ്ടു. നയപ്രഖ്യാപന പ്രസംഗത്തിന് മുൻപ് ഇത്തരം കാര്യങ്ങൾ ഗവർണർ പരിശോധിക്കണമെന്ന് LDF നേതാക്കൾ ആവശ്യപ്പെട്ടു. ഭരണഘടനാപരമായ ബാധ്യത നിറവേറ്റാതിരിക്കാനാവില്ലെന്നും പ്രതിപക്ഷത്തിന് പ്രതിഷേധത്തിനുള്ള അവകാശമുണ്ടെന്നും ഗവർണർ പറഞ്ഞതായി പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ വ്യക്തമാക്കി. വെള്ളിയാഴ്ച നിയമസഭാ സമ്മേളനം ആരംഭിക്കാനിരിക്കെയാണ് LDF നേതാക്കൾ ഗവർണറെ കണ്ടത്. സോളാർ ബാർ കോഴ കേസുകളിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ആരോപണ വിധേയരാണ്. ഇവർക്കെതിരെ കേസെടുത്ത് അന്വേഷണം നടത്തണമെന്നാണ് വിജിലൻസ് കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. ഉത്തരവ് ഹൈക്കോടതി റദ്ദാക്കിയിട്ടുമില്ല. മുൻപെങ്ങുമില്ലാത്ത വിധം സംസ്ഥാനത്ത് നിയമവാഴ്ച തകർന്നിരിക്കുകയാണെന്നും LDF നേതാക്കൾ ചൂണ്ടിക്കാട്ടി. ബാർ കോഴയിൽ ധനമന്ത്രിയായിരുന്ന KM മാണിക്ക് രാജിവെക്കേണ്ടി വന്ന സാഹചര്യവും LDF നേതാക്കൾ ഗവർണറെ ബോധ്യപ്പെടുത്തി. ഭരണഘടനാപരമായി സത്യപ്രതിജ്ഞ ചെയ്ത മന്ത്രിമാർ ജനാധിപത്യത്തെ കളിയാക്കുകയാണെന്നും LDF ഗവർണർക്ക് നൽകിയ നിവേദനത്തിൽ ചൂണ്ടിക്കാട്ടി. പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റിൻ്റെ ഭരണത്തിൻ്റെ ഏറ്റവും ഹീനവും ദുഷ്ടവുമായ സമീപനത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ഈ സാഹചര്യത്തിലാണ് അങ്ങ് ഇങ്ങനെയൊരു ഗവൺമെൻറ്റിന് വേണ്ടിയിട്ട് നിശ്ചയിക്കുന്നത്, നയപ്രഖ്യാപനം നടത്തുന്നു. തമ്മിലുള്ള പൊരുത്തക്കേട് അങ്ങ് ഓർക്കണം. നയപ്രഖ്യാപന പ്രസംഗത്തിന് മുൻപ് സംസ്ഥാനം നേരിടുന്ന ഗുരുതരമായ സ്ഥിതിവിശേഷം ഗവർണർ പരിശോധിക്കണമെന്നും LDF ആവശ്യപ്പെട്ടു.
ഭരണഘടനാപരമായ ബാധ്യത നിറവേറ്റാൻ താൻ ബാധ്യസ്ഥനാണെന്ന് ഗവർണർ LDF നേതാക്കളെ അറിയിച്ചു. LDF നേതാക്കളായ C. ദിവാകരൻ, മാത്യു ടി തോമസ്, AK ശശീന്ദ്രൻ എന്നിവർക്കൊപ്പമാണ് പ്രതിപക്ഷ നേതാവ് ഗവർണറെ കണ്ടത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. സർക്കാരിനെ അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾക്ക് ജനപിന്തുണ കിട്ടില്ലെന്ന് മുഖ്യമന്ത്രി. സരിതയുടെ വെളിപ്പെടുത്തലുകൾക്ക് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്ന പരാതി സർക്കാർ തലത്തിൽ അന്വേഷിക്കും. ബെന്നി ബെഹനാനും തമ്പാനൂർ രവിക്കുമെതിരായി ഉയർന്നത് വെറും ആരോപണങ്ങൾ മാത്രമെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി വ്യക്തമാക്കി. വലിയൊരിടവേളയ്ക്ക് ശേഷം സോളാർ കത്തിപ്പടരുന്ന സാഹചര്യത്തിൽ സോളാർ ചോദ്യശരങ്ങളായിരുന്നു മന്ത്രിസഭാ യോഗശേഷം മുഖ്യമന്ത്രി നേരിട്ടത്. സോളാറിൽ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ തെളിയിക്കാൻ മുഖ്യമന്ത്രി സരിതയെ വെല്ലുവിളിച്ചു. ആരോപണങ്ങളിൽ 1% കഴമ്പുണ്ടെങ്കിൽ മുഖ്യമന്ത്രി പദം മാത്രമല്ല പൊതുസേവന രംഗം തന്നെ വിടുമെന്ന് മുഖ്യമന്ത്രി പ്രതികരിച്ചു. ജയിൽ ശിക്ഷ വിധിച്ചിട്ടുള്ളവരാണ് ഈ ആരോപണം പറയുന്നത്. എനിക്കെതിരെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ 1% ശരിയാണെങ്കിൽ ഞാൻ ഈ സ്ഥാനത്ത് മാത്രമല്ല പൊതുരംഗത്ത് പോലും നിൽക്കാൻ അർഹനല്ല. ബെന്നി ബെഹനാന്റെയും തമ്പാനൂർ രവിയുടെയും ഫോൺ വിളികളുടെ വിശ്വാസ്യത പരിശോധിക്കണം. UDF നിർദ്ദേശിച്ച തരത്തിൽ സോളാറിലെ ആരോപണങ്ങളെക്കുറിച്ച് ഒരു അന്വേഷണം സർക്കാർ തലത്തിൽ നടത്തും. ഇത് സംബന്ധിച്ച് ആലോചിച്ച് തീരുമാനിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അത് ആരോപണമല്ലേ, വരട്ടെ. അതിന്റെ ക്രെഡിബിലിറ്റിയെ സംബന്ധിച്ചിടത്തോളം, അതിന്റെ സാധ്യതയെ സംബന്ധിച്ചിടത്തോളം ഒക്കെ വരട്ടെ. UDF ആവശ്യപ്പെട്ടിട്ടുണ്ട്, നിശ്ചയമായിട്ടും അത് പരിശോധിക്കും. സോളാർ കമ്മീഷനിൽ നൽകിയ മൊഴിയിൽ ഉറച്ചുനിന്ന മുഖ്യമന്ത്രി ഖജനാവിന് നഷ്ടമുണ്ടാക്കാത്ത ചാരക്കേസിൽ കരുണാകരൻ രാജിവെച്ചല്ലോ എന്ന ചോദ്യത്തിന് ഇങ്ങനെയാണ് പ്രതികരിച്ചത്. ISRO ചാരക്കേസും ശ്രീ K. കരുണാകരൻ രാജിവെച്ചതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഏതെങ്കിലും എൻ്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ഈ ചാരക്കേസ് സംബന്ധിച്ച് അദ്ദേഹത്തെ കുറ്റപ്പെടുത്തിയിട്ടുള്ളതുണ്ടെങ്കിൽ നിങ്ങളൊന്നും എടുത്തില്ല. ഇത് തമ്മിലുള്ള അന്നത്തെ രാഷ്ട്രീയ സാഹചര്യം നിങ്ങൾ ഈ പറയുന്ന ഒന്നുമല്ല. സോളാർ കേസിൽ ബാബുരാജിന് ഭൂമി പോക്കുവരവ് ചെയ്തു കൊടുത്തതിൽ അപാകതയില്ലെന്നും ഇതൊരു പൗരന്റെ അവകാശമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സരിതയുടെ ആരോപണങ്ങൾ സർക്കാരിന് ഭീഷണിയല്ല. സർക്കാരിനെ അട്ടിമറിക്കാനുള്ള പ്രതിപക്ഷ നീക്കങ്ങൾക്ക് ജനപിന്തുണ ലഭിക്കില്ലെന്നും മുഖ്യമന്ത്രി വിശദീകരിച്ചു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ISRO ചാരക്കേസിൽ K. കരുണാകരനെതിരായി ഒരു വാക്കുപോലും താൻ പറഞ്ഞിട്ടില്ലെന്ന ഉമ്മൻചാണ്ടിയുടെ വാദം കല്ലുവെച്ച നുണ. അന്ന് K. കരുണാകരനെ താഴെയിറക്കാൻ മുൻനിരയിൽ നിന്ന് പ്രവർത്തിക്കുകയാണ് ഉമ്മൻചാണ്ടി ചെയ്തത്. ഹൈക്കോടതി വിധി മൂലം കോൺഗ്രസിനും മുന്നണിക്കും ഗവൺമെന്റിനും വിശ്വസനീയത വളരെയധികം ചോർന്ന് പോകുന്നൊരു സാഹചര്യം ഉണ്ടായിരിക്കുക. അതിൻ്റെ ഉത്തരവാദി മുഖ്യമന്ത്രി തന്നെയാണ്. ആരെയും വിശ്വാസത്തിലെടുക്കാതെ, ആരുമായി ചർച്ച ചെയ്യാതെ, സ്വന്തം മന്ത്രിസഭയിലെ അംഗങ്ങൾ പറഞ്ഞ നിർദ്ദേശങ്ങൾ പോലും അവഗണിച്ചുകൊണ്ട് തന്നിഷ്ടപ്രകാരം ചെയ്ത നടപടികളാണ് ഇത്ര ഗുരുതരമായ ഒരു സാഹചര്യത്തിൽ പാർട്ടിയെയും ഗവൺമെന്റിനെയും കൊണ്ടെത്തിച്ചിരിക്കുന്നത്. ISRO ചാരക്കേസും ശ്രീ K. കരുണാകരൻ രാജിവെച്ചതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. നിങ്ങളൊക്കെ മാധ്യമങ്ങളിലുള്ളതല്ലേ. നിങ്ങൾ അന്നത്തെ കാലത്തെ ഏതെങ്കിലും എൻ്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ഈ ചാരക്കേസ് സംബന്ധിച്ച് അദ്ദേഹത്തെ കുറ്റപ്പെടുത്തിയിട്ടുള്ളതുണ്ടെങ്കിൽ നിങ്ങളൊന്നും എടുത്തില്ല. തെറ്റാണ്, വെള്ളം തെറ്റാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ പഴയ രേഖകൾ എടുത്ത് നോക്ക്. അതും ഇതുമായിട്ടൊരു ബന്ധവുമില്ല. സംസ്ഥാന സർക്കാർ ജുഡീഷ്യറിയെ അവഹേളിക്കുകയാണെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. ജുഡീഷ്യറിക്കെതിരായി ഭരണപക്ഷം നടത്തുന്ന ആക്രമണം ജനാധിപത്യത്തിനെതിരെയുള്ള കടന്നുകയറ്റമാണെന്നും കോടിയേരി പറഞ്ഞു. സംസ്ഥാനത്ത് ക്രമസമാധാന നില തകർന്നിരിക്കുകയാണെന്നും സർക്കാർ രാജിവെച്ച് ജനകീയ കോടതിയെ നേരിടാൻ തയ്യാറാകണമെന്നും കോടിയേരി തിരുവനന്തപുരത്ത് ആവശ്യപ്പെട്ടു. കോൺഗ്രസ് മന്ത്രിമാർക്കെതിരെ ഏതെങ്കിലും ജഡ്ജി പ്രതികരിച്ചാൽ ആ ജഡ്ജിമാർക്കുണ്ടാകുന്ന അനുഭവം എന്താണ് തൃശ്ശൂരിലെ വിജിലൻസ് കോടതി ജഡ്ജിക്കുണ്ടായ അനുഭവം? ഇനി ജുഡീഷ്യറിയെ ഭയപ്പെടുത്താനാണ്. ഭരിക്കുന്ന കക്ഷി ജുഡീഷ്യറിയോട് ഇത്തരം നിലപാട് സ്വീകരിച്ചാൽ ജുഡീഷ്യൽ സ്ഥാപനത്തിലുള്ളവർ എങ്ങനെയാണ് സ്വതന്ത്രമായി പ്രവർത്തിക്കുക? സോളാർ കമ്മീഷൻ ജഡ്ജി, റിട്ടയർഡ് ജഡ്ജി ശിവരാജൻ കളി ദിവസം അദ്ദേഹത്തിന്റെ ശവമഞ്ചവും പേറി ഒരു സ്ഥലത്ത് കോൺഗ്രസുകാർ പ്രകടനം നടത്തുന്നത് കണ്ടു. ഇപ്പോൾ സോളാർ കമ്മീഷനും അവർക്ക് വേണ്ടാത്ത കമ്മീഷനായിട്ട് മാറി. ഇങ്ങനെ ജുഡീഷ്യറിക്കെതിരായി നടത്തുന്ന ഈ ആക്രമണം പാർലമെന്ററി ജനാധിപത്യത്തിനിടയിലുള്ളൊരു വെല്ലുവിളിയാണ്. ഇതിവിടെ തുടർച്ചയായി നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇതിനെ അപലപിക്കാൻ പോലും മുഖ്യമന്ത്രി തയ്യാറാകുന്നില്ല.
ഉമ്മൻചാണ്ടിയെ നിലമറന്ന് സംരക്ഷിക്കുന്ന ആളാണ് KC ജോസഫ് എന്ന് പിണറായി വിജയൻ. ഇതിന്റെ തെളിവാണ് ജഡ്ജിക്കെതിരെയുള്ള KC ജോസഫിന്റെ പരാമർശം. കോഴയുടെ കാര്യത്തിൽ മുഖ്യമന്ത്രി ഉദാരമനസ്കനാണെന്നും താൻ മാത്രമല്ല ഒപ്പം നിൽക്കുന്നവരും വാങ്ങണമെന്ന നിലപാടാണ് ഉമ്മൻചാണ്ടിക്കുള്ളതെന്നും പിണറായി അഭിപ്രായപ്പെട്ടു. KC ജോസഫിനെതിരെയുള്ള കോടതി അലക്ഷ്യ പ്രശ്നം ഇത് KC ജോസഫിൻ്റെ മാത്രമായിട്ടുള്ളൊരു പ്രശ്നമല്ല. ഒരുപക്ഷെ കോൺഗ്രസ്സിൽ ഈ വലിയ തോതിൽ അപകടകരമായ രീതിയിൽ പറയാത്ത ആളാണ് ജോസഫ്. ആ ജോസഫ് പോലും ഇങ്ങനെയായി എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. അതാണ് കോൺഗ്രസിൻ്റെ ഒരു മികവ് ഇവിടെയാണ് കിടക്കുന്നത്. കാരണം ഒരു ജഡ്ജിക്കെതിരെ വ്യക്തിപരമായി ആക്ഷേപം ഉന്നയിക്കാൻ പാടില്ല എന്നത് മനസ്സിലാക്കാത്തയാളല്ല ജോസഫ്. ജനങ്ങളാണ് രാജ്യത്തെ ചരിത്രം നിർമ്മിക്കുന്നത്. ഈ രാജ്യത്തെ കാര്യങ്ങൾ നടക്കണമെന്നുണ്ടെങ്കിൽ ജനങ്ങൾ സംഘടിക്കണം. ചരിത്രം ഒരു ഓർമ്മപ്പെടുത്തലാണ്, ഒപ്പം ഭാവിയിലേക്കുള്ള ഒരു തിരുത്തൽ രേഖയും. പുതിയ ചിന്ത, പുതിയ കർമ്മം, പുതിയ കേരളം. പങ്കെടുക്കൂ, അണിചേരൂ ഈ ബഹുജന മുന്നേറ്റത്തിൽ. ജനസഹസ്രങ്ങൾ നൽകിയ ഉജ്ജ്വല സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി പിണറായി വിജയൻ നയിക്കുന്ന നവകേരള മാർച്ച് എറണാകുളം ജില്ലയിലെ 2 ദിവസത്തെ പര്യടനം പൂർത്തിയാക്കി. കളമശ്ശേരി, ആലുവ, പെരുമ്പാവൂർ, പുത്തൻകുരിശ് എന്നിവിടങ്ങളിലായിരുന്നു ഇന്ന് ജാഥയ്ക്ക് സ്വീകരണം നൽകിയത്. ജാഥാ നായകനെ സ്വീകരിക്കാനും അഭിവാദ്യങ്ങൾ അർപ്പിക്കാനുമായി 10,000-ങ്ങളാണ് ഓരോ സ്വീകരണ കേന്ദ്രങ്ങളിലും എത്തിയത്. കളമശ്ശേരിയായിരുന്നു ആദ്യ സ്വീകരണ കേന്ദ്രം. വ്യവസായശാലകളുടെ നഷ്ടപ്രതാപത്തിന്റെ കഥ പറയുന്ന കളമശ്ശേരി സർക്കാരിന്റെ തെറ്റായ നയത്തിന്റെ ഇരകളായ വ്യവസായ തൊഴിലാളികളുടെ നാട്. വികസിത കേരളം കെട്ടിപ്പടുക്കാൻ പടനയിച്ചെത്തിയ ജാഥാനായകന് അഭിവാദ്യവുമായി ആയിരങ്ങൾ. ദേശീയപാതയുടെ ഓരത്ത് ചെമ്പട അണിനിരന്നു. തുടർന്ന് ജാഥയെത്തിയത് നവോത്ഥാന മുന്നേറ്റങ്ങൾക്ക് മുന്നിൽ നടന്ന ആലുവയിൽ. ഗുരുദേവൻ വിളിച്ചു ചേർത്ത സർവ്വമത സമ്മേളനത്തിന് വേദിയായ ഇടം. മതനിരപേക്ഷതയുടെ മുദ്രാവാക്യമുയർത്തി മാർച്ച് നയിച്ചെത്തിയ പിണറായിയെ അങ്ങേയറ്റത്തെ ആവേശത്തോടെ ആലുവ വരവേറ്റു. RSSന്റെ വർഗീയതയെ കോൺഗ്രസും ഉമ്മൻചാണ്ടിയും പ്രോത്സാഹിപ്പിക്കുകയാണെന്ന് പിണറായി പറഞ്ഞു. UDF BJP രഹസ്യബന്ധത്തിന് കൂടിയാലോചനകൾ തുടങ്ങിക്കഴിഞ്ഞതായും പിണറായി ആരോപിച്ചു. RSSന് അക്കൗണ്ട് തുടങ്ങണം, അതിനവർക്ക് താല്പര്യം. അക്കൗണ്ട് തുടങ്ങിക്കോട്ടെ, അതിന് പിന്തുണ കോൺഗ്രസിൻ്റേത്. കോൺഗ്രസിന് മൊത്തം ജയിച്ചു വരണം. ഇപ്പൊ തങ്ങൾ അക്കൗണ്ട് തുടങ്ങുന്ന ആ സീറ്റ് ഒഴികെയുള്ള സീറ്റുകളിലെല്ലാം അവർ ജയിച്ചോട്ടെ, അവർക്ക് പിന്തുണ. ആർക്ക് പിന്തുണ? RSS കോൺഗ്രസിനും UDFനും പിന്തുണ. ജാഥാപര്യടനത്തിടെ ആലുവ അദ്വൈതാശ്രമത്തിലും പിണറായി സന്ദർശനം നടത്തി. ഊഷ്മള വരവേൽപ്പായിരുന്നു പിണറായിക്ക് അദ്വൈതാശ്രമത്തിൽ ലഭിച്ചത്. തുടർന്ന് മാർച്ച് കടന്നുവന്ന പെരുമ്പാവൂരും ജാഥാനായകന് നൽകിയത് ഹൃദ്യമായ സ്വീകരണം. ചെങ്കൊടിത്തണലിൽ 10,000-ങ്ങൾ അണിനിരന്നു. കുന്നത്തുനാട് മണ്ഡലത്തിന്റെ ഭാഗമായ പുത്തൻകുരിശിലായിരുന്നു എറണാകുളം ജില്ലയിലെ 2ാം ദിന പര്യടനത്തിന്റെ സമാപനം. നാളെ നവകേരള മാർച്ച് എറണാകുളം ജില്ലയിലെ പര്യടനം പൂർത്തിയാക്കി ഇടുക്കി ജില്ലയിലേക്ക് പ്രവേശിക്കും. ക്യാമറമാൻമാരായ ബാബുരാജ് മൊറാഴയ്ക്കും അഭിലാഷ് നിലമ്പൂരിനുമൊപ്പം സാലി മുഹമ്മദ്. എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ സമരത്തിന് മുന്നിൽ സർക്കാർ മുട്ടുമടക്കി. ദുരിതബാധിതരുടെ പട്ടിക പുതുക്കി നിശ്ചയിക്കാൻ തീരുമാനിച്ചതായി മുഖ്യമന്ത്രി അറിയിച്ചു. 610 പേരെ കൂടിയാണ് പട്ടികയിൽ ഉൾപ്പെടുത്തുക. സമരം അവസാനിച്ചതായി VS അച്യുതാനന്ദനാണ് പ്രഖ്യാപിച്ചത്. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഡ്രൈവർമാരുടെ മക്കൾക്ക് വിദ്യാഭ്യാസ പദ്ധതിയുമായി ശ്രീറാം ഫൗണ്ടേഷൻ എഡ്യൂക്കേഷൻ സപ്പോർട്ട് സ്കീം എന്ന പദ്ധതിയുടെ ഉദ്ഘാടനം മന്ത്രി VS ശിവകുമാർ തിരുവനന്തപുരത്ത് നിർവഹിച്ചു. 8ാം ക്ലാസ് മുതൽ
12ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കും. 2400 വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് നൽകി വരുന്നതിന് പുറമെയാണ് ശ്രീറാം ഫൗണ്ടേഷന്റെ പുതിയ സംരംഭം. കേരള കോൺഗ്രസ് സെക്യുലറിൽ ഭിന്നത. PC ജോർജിനെ കേരള കോൺഗ്രസ് സെക്യുലറിൽ നിന്ന് പുറത്താക്കിയെന്ന് TS ജോൺ വ്യക്തമാക്കി. തിരുവനന്തപുരം പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ മാനേജിംഗ് ട്രസ്റ്റി രാമവർമ്മയെ പുറത്താക്കണമെന്ന് സുപ്രീം കോടതിയിൽ എക്സിക്യൂട്ടീവ് ഓഫീസർ KL സതീഷ് സത്യവാങ്മൂലം നൽകി. സംഭാവനയെന്ന പേരിൽ ട്രസ്റ്റ് വ്യാപകമായി പണം പിരിക്കുന്നുവെന്നും സത്യവാങ്മൂലത്തിലുണ്ട്. ക്ഷേത്ര സ്വത്തുക്കളിൽ അവകാശം ഉന്നയിക്കുന്നത് തെറ്റാണെന്നും സത്യവാങ്മൂലത്തിൽ പറയുന്നു. ഈ മാസം 5-ന് കോഴിക്കോട് ആരംഭിക്കുന്ന സേഡ് നാഗ്ജി ഇന്റർനാഷണൽ ക്ലബ് ഫുട്ബോളിനായി കോഴിക്കോട് ഒരുങ്ങി. മേയർ VKC മുഹമ്മദ് കോയയും MK രാഘവൻ MPയും ചേർന്നാണ് ടിക്കറ്റ് വിൽപ്പന ഉദ്ഘാടനം ചെയ്തത്. പാണക്കാട് മുനവർ അലി ശിഹാബ് തങ്ങൾക്ക് ടിക്കറ്റ് നൽകിയായിരുന്നു ഉദ്ഘാടനം. ഒരു കളിക്ക് 150 രൂപയാണ് ഗാലറി ടിക്കറ്റ് നിരക്ക്. സൗജന്യ പാസുകൾ ഉണ്ടാകില്ലെന്ന് സംഘാടകർ അറിയിച്ചു.